അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും FT വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രഗ്നൻസി കഴിഞ്ഞ ലേഡീസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഓവർ ടു ഗായത്രി. എന്താ ഗായത്രി ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ വീഡിയോ നമുക്കൊരു പ്രസവരക്ഷ വീഡിയോ ആണ്. ഞാൻ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. 28 ദിവസത്തെ ഒരു പാക്കേജ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ പറ്റിയാണ്, എവിടെ നിന്നാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, ഇതിനൊക്കെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വരെ കാണുക. ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കും യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് പ്രസവരക്ഷ മാത്രമല്ല ഇവർ ചെയ്യുന്നത്, ഈ ഒരു ആയുർവേദ സെന്റർ ചെയ്യുന്നത് വേറെ പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പം അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയുടെ എൻഡിൽ പറയാമല്ലോ. അതെ അതെ അതെ. അപ്പം ഫുൾ വീഡിയോ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ യഥാസൂത്രയുടെ കിറ്റ്. ഇങ്ങനെ ഒരു 14 ഡേയ്സിന്റെ ബോക്സ് അല്ല നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പം 28 ഡേയ്സിന്റെ പാക്കേജ് എടുത്തേക്കുന്നതുകൊണ്ട് ഇതിന് 2 ബോക്സ് എനിക്ക് കിട്ടും. അപ്പം ഇതാണ് സൂര്യ, ട്രീറ്റ്മെന്റ് എനിക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഈ 28 ഡേയ്സ് പാക്കേജിൽ എന്തൊക്കെയാണെന്ന് സൂര്യ എന്ന് പറയാം. നമുക്ക് 14 ദിവസം മസാജാണ് വരുന്നത്, ഓയിൽ മസാജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടിക്കിഴി ഉണ്ട് 7 ദിവസം, പിന്നെ ഇലക്കിഴി ഉണ്ട് 7 ദിവസം, ഞാവരക്കിഴി ഉണ്ട് 7 ദിവസം, പിന്നെ 5 ദിവസം 5 ദിവസത്തിൽ 3 ദിവസം ശിരോധാരയും ഫേഷ്യലും ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലും പീറ്റിപ്പൊടി ഫുൾ ബോഡിയാണ്. 2 ദിവസം പീറ്റിപ്പൊടി ഫുൾ ബോഡിയും 3 ദിവസം ശിരോധാരയും. അപ്പം ഇത് നമ്മൾ ഈ ശിരോധാര ചെയ്യണമെങ്കിൽ ഹോം പാക്കേജിൽ മീൻസ് അത് മീൻസ് അവിടെ പോയി ക്ലിനിക്കിൽ പോയി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഫേഷ്യലും ശിരോധാരയൊക്കെ നമ്മൾ ക്ലിനിക്കിൽ പോയി തന്നെ ചെയ്യണം. കാരണം അതിന്റെ എക്യുപ്മെന്റ്സ് ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് സ്റ്റീമുണ്ട്, സ്റ്റീമും നമുക്ക് അവിടെ തന്നെ പോയി ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ലാസ്റ്റ് ദിവസം അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പം നമ്മൾ ക്ലിനിക്കിൽ പോയി ചെയ്യുന്നതാണ്. പിന്നെ സൂര്യ അടിപൊളിയായിട്ടാണ് ഇതുവരെ ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി 7 ദിവസം കൂടെ ഉള്ളൂ ബാക്കി ട്രീറ്റ്മെന്റിന്. അപ്പം എല്ലാവരും ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രസവരക്ഷ ചെയ്യണം. നമ്മുടെ ബോഡി പെയിൻസിനും പിന്നെ എല്ലാത്തിനും നല്ലത്. നമ്മൾ നീരിറക്കവും അങ്ങനെ എല്ലാത്തിനും നല്ലത്. നമ്മുടെ ഇപ്പൊ ബോഡി ഫുൾ പ്രസവം കഴിഞ്ഞ് ലൂസ് ആയിരിക്കുകയാണല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനും എല്ലാത്തിനും ഈ പ്രസവരക്ഷ നല്ലതാണ്. പാക്ക് ഒക്കെ ഇടുമ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ ബോഡിയിൽ ഓൾറെഡി കുറെ കറുപ്പാണ്, കഴുത്തിലും ഇവിടെ അണ്ടർ ആംസിലൊക്കെ കറുപ്പാണ്. അപ്പൊ അതെല്ലാം മാറാൻ ഇവിടെ ഫുൾ ബോഡി പാക്ക് ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു പ്രസവരക്ഷ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ ഹൈലി യഥാസൂത്രയുടെ നീരൊരിക്കലിനെ റെക്കമെൻഡ് ചെയ്യും. പ്രസവരക്ഷ 2 രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന് സിസേറിയനും ഒന്ന് നോർമലിനും. എനിക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങാം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ സിസേറിയന് 14 ഡേയ്സ് കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം സ്റ്റിച്ച് ഒക്കെ ഒന്ന് ഏതാണ്ട് ഉണങ്ങി വരണം. അതൊക്കെ കൊണ്ടാണ് 14 ഡേയ്സ് കഴിഞ്ഞിട്ട്. പിന്നെ സിസേറിയന് എന്തൊക്കെയാ വ്യത്യാസം ഉള്ളത്? സിസേറിയന്റെ നോർമൽ കിഴി ചെയ്യാൻ പറ്റത്തില്ല, പറ്റും 60 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സിസേറിയൻ സ്റ്റിച്ച് ഉള്ളത് കൊണ്ടാണ്. അതിന് ഇൻഫെക്ഷൻ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ കിഴിയൊന്നും ഇട്ടു. കിഴി പിന്നെ ഇങ്ങനെ ഇടിച്ചിടിച്ചാ ചെയ്യുന്നത്. അപ്പം സിസേറിയൻ ചെയ്തവർക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽക്കാർക്ക് ഇതെല്ലാം 7 ഡേയ്സ് കഴിയുമ്പോഴത്തോട്ട് തുടങ്ങും. പിന്നെ ഏറ്റവും വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേബി ബാത്ത് കോംപ്ലിമെന്ററി ആണ്. നമുക്ക് പുതിയ അമ്മമാർക്ക് ബേബി ബാത്ത് ഞാൻ തുടക്കത്തിലേ അറിയത്തില്ലായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് കോംപ്ലിമെന്ററി ആയിട്ട് ഫ്രീ ആയിട്ടാണ് അവര് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ് അതും പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഏറ്റവും വലിയ നല്ല കാര്യമാണ്. പിന്നെ ഇവർക്ക് തന്നെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ബേബി ഓയിലുണ്ട്. ഇവരുടെ പ്രോഡക്ട്സ് എല്ലാം ഇവർ തന്നെ ചെയ്യുന്നതാണ്. ബേബി ഓയിൽ ഉണ്ട്. ഞാൻ അതൊരു വാങ്ങിച്ചത് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ സ്കിന്നിനും എല്ലാം നല്ലൊരു പ്രോഡക്റ്റ് ആണ്. വേറെ നല്ല കാര്യം, ഇവരെല്ലാം ഈ ഒരു പ്രസവരക്ഷ ചെയ്യുന്നതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ക്ലിനിക്കിൽ വന്ന് പഠിച്ചു. ഇവർ കോഴ്സ് ആയിട്ട് പഠിച്ചിട്ട് ക്ലിനിക്കിൽ പ്രത്യേകം ട്രെയിനിങ് എടുത്തിട്ട് നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ സേഫ്റ്റി ആയാലും നമ്മുടെ നമുക്ക് 100% ട്രസ്റ്റോടെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇവർക്ക് ഓൾ ഓവർ കേരള ട്രീറ്റ്മെന്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഓഫീസ് എവിടെയൊക്കെയാ ഉള്ളത്? കാക്കനാട്, ട്രിവാൻഡ്രത്തുണ്ട്, പിന്നെ സൈമറിലുണ്ട്, കിൻഡറിലുണ്ട്. ഇവര് ഹോസ്പിറ്റൽസുമായിട്ടും കൊളാബറേഷൻ ഉണ്ട്. ഞാൻ കിൻഡർ ഹോസ്പിറ്റലിലാണ് എൻ്റെ പ്രഗ്നൻസി ഫുൾ ചെയ്തത്. അപ്പം അവിടെ നിന്നാണ് എനിക്ക് നീരൊരിക്കലിന്റെ അറിയാൻ പറ്റിയത്. അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പൊ അതുപോലെ സൈമർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇവർക്ക് ഒരു കൺസൾട്ടന്റ് അവിടെ ഉണ്ട്.
അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇവര് ഡയറക്റ്റ് ഇവരെ കാക്കനാട് ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് അവിടെ ഡോക്ടറുണ്ട്. ഡോക്ടറും എപ്പോഴും നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മൾ റിവ്യൂ ചോദിക്കും, എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ് പോകുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പം എല്ലാ രീതിയിലും നല്ല രീതിക്കാണ് നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ഈ കിറ്റ് ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് ഈ ബോക്സിന്റെ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ അവര് കുളിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൂടി പോയതിനു ശേഷം മാത്രമേ നമ്മൾ കുളിപ്പിക്കത്തുള്ളൂ. അപ്പൊ അതുവരെ ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ടാണ് എന്റെയും ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. അപ്പം നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല. അല്ലാതെ കുഞ്ഞിനെ ആദ്യം വെറുതെ കുളിപ്പിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ ആദ്യം കുളിച്ച് അതൊരു ഡിലേ മീൻസ് ഒരു കൺഫ്യൂഷൻ ആണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് തുടങ്ങിയത്. എപ്പോഴും കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൂടി പോയിട്ട് കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഇവരുടെ നീരൊരിക്കലിന്റെ ഒരു ബുക്കാണ്. ഇത് എന്റെ ബുക്കാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഈ പ്രീ നാറ്റൽ കെയറും പോസ്റ്റ് നാറ്റൽ കെയറും എല്ലാം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി ഡയറ്റ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ ഡയറ്റ് ചാർട്ട് എന്തൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണ്. സാധാരണ നമ്മൾ ഒരു ചികിത്സ കഴിഞ്ഞിട്ട് അവസാനമാണ് നമ്മളെ ഡോക്ടർ വിളിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കുകയോ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്താ ട്രീറ്റ്മെന്റ് ഇത് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിലും ഉണ്ട്. ടൈമിംഗ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾ മെൻഷൻ ചെയ്യണം, എത്ര മണിക്ക് തീർന്നു, എപ്പോൾ തുടങ്ങി എന്നൊക്കെ ഉള്ളത്. പിന്നെ റേറ്റിംഗ്സ് കൊടുക്കണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടായാൽ നമ്മൾ ആ റേറ്റിംഗ് കൊടുത്ത് അവരോട് റീസൺ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാനിപ്പം 7 or 8 അല്ലെങ്കിൽ 5 അങ്ങനെ ഒരു റേറ്റിംഗ് ഔട്ട് ഓഫ് 10 കൊടുത്തെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അപ്പം ഞാൻ ഇതുവരെ 10 on 10 ആണ് കൊടുത്തത്. കാരണം എനിക്ക് എല്ലാ ദിവസവും വളരെ നല്ലതായിട്ട് തന്നെയാണ് ട്രീറ്റ്മെന്റ് കിട്ടിയേക്കുന്നതും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും 10 of 10 ആണ് കൊടുത്തത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് അതിന്റെ റീസണും പറയാം. അങ്ങനെ ഓരോ ഇതൊക്കെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, അത് മെൻഷൻ ചെയ്യാം. പിന്നെ പേയ്മെന്റ് പിന്നെ ഇനിഷ്യലി നമ്മുടെ ഡോക്ടർ നമ്മളെ വിളിക്കും. ചുമ്മാ നമ്മൾ പോയി ഒരു ട്രീറ്റ്മെന്റ് പാക്കേജ് എടുത്ത് പോയി ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുമല്ല. ഡോക്ടർ നമ്മളെ വിളിച്ച് ചോദിക്കും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ട്രീറ്റ്മെന്റ് തുടങ്ങത്തുള്ളൂ. അപ്പൊ ഡോക്ടർ നമ്മളെ വിളിച്ചിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യും. നമ്മുടെ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഡോക്ടർ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ എന്തൊക്കെയാണ്, എന്തെങ്കിലും നമുക്ക് വേറെ മരുന്നിന് അലർജീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, പിന്നെ നമ്മൾ എന്തൊക്കെ മരുന്നാണ് ഇപ്പൊ എടുക്കുന്നത്, അതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്ത് ഡോക്ടർ നോക്കിയിട്ടേ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് യഥാർത്ഥത്തോടെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്ട്ലി ഒരിക്കലും ചാടിക്കയറി പോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. ഡോക്ടറിന്റെ കൺസൾട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് കൊച്ചി, കൊല്ലം, ട്രിവാൻഡ്രത്താണ് ബ്രാഞ്ചസ് ഉള്ളത്. പിന്നെ നമുക്ക് ഹോം സർവീസും ക്ലിനിക് സർവീസും എടുക്കാം. ക്ലിനിക് ആണെങ്കിൽ നമ്മൾ കാക്കനാട് പോയി അവിടെ എന്നും പോയി നമ്മൾ സർവീസ് എടുക്കേണ്ടി വരും. അപ്പം ഹോം സർവീസിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാക്കേജിന്റെ ഒരു എമൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടെ നമ്മൾ ഇവർക്ക് കൊടുക്കണം. അതാണ് ഹോം സർവീസും ക്ലിനിക് സർവീസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇവർ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് നമുക്ക് വേണ്ടിയുള്ള, ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇതിന് വേണ്ടിയുള്ള കലവും പുക അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം, പുകയ്ക്കാനുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഡേ വരെ പോകുന്നത്. പിന്നെ നമ്മൾ അത് രാത്രിയാകുമ്പം വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടിരുന്നാൽ മാത്രം മതി രാവിലെ നമുക്ക് കുളിക്കാൻ വേണ്ടി. വേദുകുളി ആണ് അതിന് പറയുന്നത്. അപ്പം അതിനുള്ള എല്ലാ പ്രോഡക്ട്സും ഓൾറെഡി നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പക്ഷേ മെയിനായിട്ട് ഒരു ബെഡ് സെറ്റ് ചെയ്യണം. നമുക്ക് കിടന്ന് തിരുമാനും പാക്ക് ഇടാനും ഒക്കെ കാണുമല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബെഡ് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു സ്റ്റൂള്, നമുക്ക് ഇരുന്ന് ഇപ്പൊ തലയിൽ എണ്ണ തേക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു സ്റ്റൂളും കൂടെ നമ്മളിവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ വെള്ളം വെക്കാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റൗവും ഗ്യാസും കൂടെ സെറ്റ് ചെയ്ത് നമുക്കൊരു സ്പേസും സെറ്റ് ചെയ്ത്, ഇപ്പം റൂമിൽ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. വെള്ളം വെളിയിൽ തിളപ്പിച്ചിട്ട് റൂമിൽ വന്ന് ഇങ്ങനെ എന്താ പറയുക എണ്ണ തേച്ച് കുളിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഞങ്ങൾക്കൊരു പുറത്തൊരു ഏരിയ ഉള്ളതുകൊണ്ട് അത് കവർ ചെയ്താണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഇപ്പൊ എടുക്കുന്നത്. അവിടെയാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരും പറ്റുന്ന എല്ലാവരും ഇപ്പൊ 7 days പാക്കേജ് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് അത്ര എന്താ പറയാ 28 or 21 days ഡയറക്ട്ലി പോയി എടുക്കാൻ താല്പര്യമില്ല, 7 days സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ട്രീറ്റ്മെന്റ് കൊള്ളാൻ തോന്നിയാലും നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തും എടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാം പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് നേരത്തെ ഇത് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ബുക്കിംഗ് ഒരു എമൗണ്ട് കൊടുത്ത് നമുക്ക് നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്തിടാവുന്നതാണ്.
അപ്പൊ എല്ലാവരും എന്താ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും മേധാസൂത്രെ കോൺടാക്ട് ചെയ്യുക പ്രഗ്നൻസി ശേഷം. പിന്നെ പ്രഗ്നൻസിക്ക് മുന്നേയും അവർക്ക് മസാജ് ഉണ്ട് അല്ലേ, നമുക്ക് മസാജസ് അവൈലബിൾ. നമ്മുടെ ദേഹവേദനയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി അവർ സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. അത് നമ്മൾ ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് അങ്ങനെ മസാജ് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ. അതൊക്കെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ആണ് അവർക്കുള്ളത്. അപ്പൊ അത് നമ്മൾ ടെൻഷൻ അടിക്കണം, ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ പോവാം. നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ. ബോഡിക്കായാലും മൈൻഡിനായാലും നല്ല റിലാക്സേഷൻ കിട്ടും. അപ്പൊ എല്ലാവരും ഡെഫിനറ്റ്ലി നീരൊലിക്കലിനെ കോൺടാക്ട് ചെയ്യുക. പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ എല്ലാവിധ ട്രീറ്റ്മെന്റ്സും ഡോക്ടറിനോട് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് പ്രസവരക്ഷയാണെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ബേബീനെയാണ് കുളിപ്പിക്കുന്നത്. ഇതൊരു വെർജിൻ കോക്കനട്ട് ഓയിലിൽ ചെയ്യുന്ന ഹെർബ്സ് ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു ഓയിലാണിത്. നമ്മളിത് നന്നായിട്ട് തേച്ച് കുഞ്ഞിന് കുറച്ച് മസാജൊക്കെ കൊടുത്തിട്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് വേദകുളിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ. ഇത് വേദവെള്ളമാണ്. പിന്നെ ഈ കാണുന്നതാണ് വേദകുളിക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. നമ്മൾ ഇത് നീലഭൃംഗാതി എണ്ണ തലയിൽ തേക്കാൻ, ഇത് നാൽപ്പാമ്പരം നമ്മൾ സ്ട്രെച്ച് മാർക്സിനൊക്കെ വേണ്ടി തേക്കുന്നതാണ്. പിന്നെ ധന്വന്തരി തൈലം, ഇത് നമ്മുടെ ഫുൾ ബോഡി തേക്കും അല്ലേ. പിന്നെ ഇതൊക്കെ എന്ത് പാക്കാന്ന് പറയോ? ഇത് ഞാൻ താളിപ്പൊടി തലയിൽ പാക്കായിട്ട് ഇട്ടിട്ട് പിന്നെ കുളിക്കാനിട്ടാണ്. ഇത് സ്നാനം ചോറുന്ന ബോഡി പാക്കാണ്, ഇങ്ങനെ സ്ക്രബ് പോലെ. ഇത് സ്ട്രെച്ച് മാർക്കിന് വയറിൽ പറ്റുന്നത് ടിക്കസ്. ഇത് റെഡ്സല്ല ഫേസ് പാക്ക് മോട്ട് ഇടാൻ വേണ്ടിയുള്ള. പിന്നെ ഇത് കിഴിയാണ്, ഇത് ഇലക്കിഴിയാണ്. എന്റെ ആദ്യത്തെ കിഴി ഏതായിരുന്നു? പൊടിക്കിഴി. ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം ഇലക്കിഴിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പാക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ മിക്സ് ചെയ്യുന്ന തൈരാണ് കേട്ടോ. തൈരും വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതിൽ ഫേസിലിടുന്നത് ഫേസ് മിസ്റ്റ് ആണ് ഇടുന്നത്. ഇവർക്ക് ഫേസ് മിസ്റ്റ് ഉണ്ട് പ്രത്യേകം. ഇത് തന്നെ ചെയ്യുന്ന ഒരു സോപ്പാണ്, അതിലാണ് നമ്മൾ കുളിക്കുന്നത്. പിന്നെ നമുക്ക് രാസനാദി ചൂർണവും പിന്നെ കാജലൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ ഫേസ് മിസ്റ്റ്. ഇത് നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ കാജൽ എഴുതി മിസ്റ്റും അടിച്ച് പിന്നെ ബൈൻഡിങ് ഉണ്ട്, അത് പറയാൻ പറഞ്ഞ് ബൈൻഡിങ് ചെയ്ത് തരും. വയറ് നമ്മളിപ്പം കുറച്ച് വലുതായിട്ടിരിക്കുമായിരിക്കുമല്ലോ, പിന്നെ ലൂസായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പം ബൈൻഡ് ചെയ്ത് തരും നല്ല ടൈറ്റായിട്ട്. അത് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. എത്രയോ ദിവസം കഴിയുമ്പോൾ തൊട്ട് ചെയ്ത് തുടങ്ങണം. കാരണം അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാം ഭയങ്കര ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയോ ഞാൻ എവിടെയോ കണ്ടു, അത് ഹെർണിയ വരെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ബൈൻഡ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ബൈൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് കാണാം. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പം എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. കുറച്ച് ചെയ്യുന്നത് ഇപ്പം ഹെഡ് മസാജ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇപ്പൊ തേക്കുന്ന തല എണ്ണ ഏതാ? നീലഭൃംഗാതി. അപ്പം ഇത് നമ്മുടെ തല നല്ല തണുക്കാനും താരനൊക്കെ പോവാനും പിന്നെ എന്താ ഉറക്കം കിട്ടും, നല്ല ഉറക്കം കിട്ടും. നമുക്കിപ്പോ ഉറങ്ങാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ കരയുന്നതുകൊണ്ട്, പക്ഷെ എന്നാലും നല്ല ഉറക്കം കിട്ടും. ഹെയറിന് നല്ലതാണ്. എല്ലാവർക്കും അറിയാം നീലഭൃംഗാതി പണ്ട് മുതലേ എല്ലാവരും കേട്ടുള്ള നല്ല ഹെയറിന് നല്ലതായിട്ടുള്ള ഒരു ഓയിലാണ്. ഇവര് നല്ലപോലെ മസാജ് ചെയ്ത് തരും. കാരണം മുടിക്ക് നല്ലതല്ലേ, മുടി നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ എന്റെ മുടി ഭയങ്കര കളർ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് റഫ് ഹെയർ ആയിരുന്നു. അപ്പം തേച്ചതിന് ശേഷം ഇപ്പൊ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട് മുടി. ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കൈ മസാജ് ചെയ്യും, ഷോൾഡർ മസാജ് ചെയ്യും ഓയിൽ ഇട്ടിട്ട്. അപ്പോ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ലാസ്റ്റ് പ്രൊസീജിയർ കാണിക്കാം. അത് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഇടയ്ക്കത്തുള്ളതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്റെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് ലാസ്റ്റ് സ്റ്റെപ്പായ മുടി എന്താ ചെയ്യുന്നത്? പുകയ്ക്കുന്നതും പിന്നെ രാസ്നാദി, ധൂമത്തിരി, പിന്നെ മിസ്റ്റ്, കാജൽ ഇതൊക്കെ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ കാണിക്കുന്നത്. നമ്മള് ചിരട്ട കത്തിച്ച് കുന്തിരിക്ക അല്ലേ, കുന്തിരിക്ക ഇട്ടിട്ടാണ് മുടി പുകയ്ക്കുന്നത്.
എങ്ങനെ ഉണ്ടായിരുന്നു പുളിയൊക്കെ കാര്യങ്ങളൊക്കെ? അടിപൊളി. ഉറങ്ങിപ്പോയി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വീണു. ആണല്ലേ. ആ സ്ട്രെസ് മാക്സിന്റെ ക്രീമൊക്കെ തെറ്റാണ് ഇല്ല, അത് ഇതാ ലാസ്റ്റ് ആണ് വരുന്നത്. ലാസ്റ്റ് ആണ്. അത് തേച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ബൈൻഡ് ചെയ്യുന്നു. അതിനെന്താ കിക്കിസാലേ അത് ഈ ബൈൻഡർ മാൻഡേറ്ററി ആണ്. അപ്പോൾ നമുക്ക് വയറ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ എല്ലാം പാർട്സ് അകത്തുള്ള ഓർഗൻസും ഇപ്പം സാഗ് ചെയ്തായിരിക്കുന്നത്. അതിനെല്ലാം ബാക്ക് ടു നോർമൽ ആക്കണമെങ്കിൽ നമ്മൾ ഈ Binder use ബൈൻഡൊക്കെ യൂസ് ചെയ്യണം. ഇതെന്താ കായപ്പോ? ധൂമത്തിരി. ധൂമത്തിരി. ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയല്ല. ഇത് രാസനാദിപ്പൊടിയാണ്. ഇത് നമ്മുടെ ജലദോഷം ഒന്നും വരാതിരിക്കാൻ. തലനീരിറങ്ങും. തലനീര്. ഈ കൺമഷി ഇത് തന്നെ ചെയ്യുന്ന കൺമഷിയാ. ഇതൊരു ഇച്ചിരി ഇട്ടാൽ മതി, നല്ല ഡാർക്ക് ആവും. ഇത്ര കുറച്ച് എടുക്കുന്നു. ഇത് മിസ്റ്റ് ആണ്. ഇത് എന്ത് മിസ്റ്റ്? റോസിന്റെ റോസ് വാട്ടർ മിസ്റ്റ് അല്ലേ? അപ്പം ഇത്രയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് മറ്റേ കിക്കി സലേവ അതൊന്ന് കാണിക്കും. ഇതാണ് നമ്മുടെ സ്ട്രെച്ച് മാർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം. ഇതെനിക്ക് കുറച്ച് ഇപ്പം എത്ര ദിവസമായി, നമ്മൾ 20 ദിവസമായി അല്ലേ? കഴിഞ്ഞു. ഇട്ടപ്പോഴേ എനിക്ക് നല്ല സ്ട്രെച്ച് മാർക്ക് ഡാർക്ക്നെസ് വ്യത്യാസമുണ്ട്. ആ കറുത്തിരുന്ന സ്ട്രെച്ച് മാർക്ക് എല്ലാം ഇപ്പൊ വെളുത്തും ചുമന്നും വന്നുകൊണ്ടിരിക്കുക. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ട് ഇത് മാത്രമായിട്ടും നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് മാത്രം മതിയെങ്കിൽ പോലും നമുക്ക് വാങ്ങിക്കാം. നിങ്ങൾ സൈറ്റ് ഉണ്ടോ സാർ? ആമസോണിലൊക്കെ ഉണ്ട്. ആമസോണിലൊക്കെ ഉണ്ടല്ലേ? നമുക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രസവ രക്ഷയുടെ കുളിയുടെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് ഈ ക്രീം തേക്കുക, പിന്നെ ബൈൻഡ് ചെയ്യുക. അപ്പൊ അതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി ഒരു 2 മണിക്കൂറത്തെ കുളിയാണ് ശരിക്കും. 1.5 മണിക്കൂർ അമ്മയ്ക്കും 1/2 മണിക്കൂർ കൊച്ചിന്റെ കുളി. ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കുളിയുടെ ഡീറ്റെയിൽസ്. അപ്പൊ ഗായ അങ്ങനെ ഒരു വേദകുളിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഗായ ഇന്നത്തെ വേദകുളി? അടിപൊളിയാണ്. ഇന്നത്തെ മാത്രമല്ല, ഇത്രയും ദിവസം ചെയ്ത എല്ലാം നല്ല റിലാക്സേഷൻ ആണ്. കാരണം നമുക്ക് ഒത്തിരി പെയിൻ എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി ഫുൾ ഉടഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വേദകുളി നമുക്കത് ഭയങ്കര റിലാക്സേഷനും ബോഡി പെയിനും ഒക്കെ മാറാൻ വേണ്ടി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇപ്പൊ 24 ദിവസമായി. എനിക്കിനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ ട്രീറ്റ്മെന്റ്. അപ്പം മാക്സിമം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് കുളിക്കേണ്ട, കഷ്ടപ്പെട്ട് കുളിക്കേണ്ടതെല്ലാം നമുക്ക് ചെയ്ത ഒരാളുണ്ട്. ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ഇത് കഴിയുമ്പോ ആയിരിക്കും ബുദ്ധിമുട്ടല്ലേ കുളിക്കണം. പക്ഷെ ആക്ച്വലി അറിയത്തില്ലായിരുന്നു ഈ വേദകുളി എന്താന്നുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ കുറെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വേദകുളി എന്ന്. പക്ഷെ ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞുള്ള സമയത്ത് സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ ലേഡീസിനും ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അത്രമാത്രം സ്ട്രെയിനും അവരുടെ ഹെൽത്തും ഒക്കെ ഒരു എന്താ പറയുക ഒരു പ്രശ്നം ആകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് ആണല്ലോ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ശരിക്കും 3 മാസം റെസ്റ്റ് വേണം, നന്നായിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അപ്പം അതെല്ലാം ഒന്ന് എന്തൊക്കെയാണോ ആ കുഞ്ഞിന്ന് എടുത്തത്, അപ്പൊ അതെല്ലാം ഒന്ന് റിക്കവർ ചെയ്യാനും ബോഡി ഒന്ന് റിഫ്രഷ് ചെയ്യാനും സ്കിന്ന്, ഹെയർ, പിന്നെ സത്യം പറഞ്ഞാൽ മെന്റലി എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ വേദകുളി എന്ന് പറയുന്നത്. ഗായ ഇതിനു മുന്നേ എന്ന് പറയുമ്പോൾ ആ പ്രഗ്നൻസി ടൈമിലൊക്കെ ഗായ ഭയങ്കര കറുത്ത, ഈ സൈഡിലൊക്കെ കറുത്തായിരുന്നു. അപ്പോൾ ഗായ ഭയങ്കര ടെൻഷനായി ഇതെന്താ സംഭവം. പക്ഷെ ആക്ച്വലി ഈ വേദകുളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും അത് റിക്കവർ ആയിക്കൊണ്ടിരിക്കുക സ്കിൻ. കാരണം അറിയാമല്ലോ അതൊരു നോർമൽ പ്രോസസ്സ് അല്ല പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു റിക്കവറി കിട്ടുക, അപ്പോൾ അതൊരു എന്തോ പറയുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുക തിരിച്ച്. അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം ഇത് നേരത്തെ ഗായ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം നീരൊരിക്കലിന്റെ ഈ ട്രീറ്റ്മെന്റിന്റെ എന്താ പറയാ കോൺടാക്ട് നമ്പർ, അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ ഞങ്ങൾ വീഡിയോയുടെ അടിയിൽ കൊടുക്കുക. ആർക്കെങ്കിലും റെഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി.
അപ്പൊ അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതെ അതെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് ഇഷ്ടപ്പെട്ടു, വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.